ടീഷർട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് സാധാരണ ടീഷർട്ടൊക്കെ ഒത്തിരി ഷോപ്പിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ സാധാരണ പ്ലെയിൻ ആയിരിക്കും കിട്ടുന്നത്. ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് സാധാരണ ടീഷർട്ടൊക്കെ ഒത്തിരി ഷോപ്പിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ സാധാരണ പ്ലെയിൻ ആയിരിക്കും കിട്ടുന്നത്. ഇപ്പം നമ്മളുടെ കുട്ടിക്ക് അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നന്നായിട്ടൊന്ന് ഡിസൈൻ ചെയ്തൊരു ടീഷർട്ട് എല്ലാവർക്കും വലിയ താല്പര്യമായിരിക്കും. ഇപ്പം നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ ഇത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു ഡിസൈനാണ്. ഇപ്പോൾ നിക്കറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പാൻസിൻ്റെ കൂടെ ജീൻസ് എങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ ഡിസൈൻ ചെയ്ത ടീഷർട്ട് നമുക്ക് ഇടാം. അപ്പോൾ ഈ ടീഷർട്ട് നമുക്ക് എങ്ങനെയാണിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നതെന്നൊരു പ്രത്യേക രീതിയിലാണ്. അത് നമുക്ക് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് പെയിൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇത് ഒന്ന് ശ്രദ്ധിച്ചതിന് ഔട്ട്ലൈനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഗ്ലാസ് ലൈനർ നേരത്തെ യൂസ് ചെയ്ത് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. അതുപോലെ ഫ്രോളിക്ക 3D നമുക്ക് ട്യൂബിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ട്യൂബിലുള്ള ഫ്രോളിക്ക 3D വെച്ചിട്ടാണ് നമ്മൾ ഔട്ട്ലൈൻ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഫില്ല് ചെയ്തേക്കാണ്. അപ്പോൾ ഇതിന് ഈ കുട്ടികളുടെ പിക്ചേഴ്സ് ഒത്തിരി നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഇതുപോലെ കളറിംഗ് ബുക്കുകൾ വാങ്ങിക്കാൻ കിട്ടുന്നത്. അതിൽ നിന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് ഒത്തിരി ഡിസൈൻസ് കിട്ടും. നല്ല പല ഇതിലുള്ള ഡിസൈനുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതായിരിക്കും നല്ലത് ടീഷർട്ട് ചെയ്യാൻ. കുട്ടികൾക്കായിരിക്കും ഈ ഒരു പാറ്റേൺ നന്നായി ഇണങ്ങുക. അതുകൊണ്ട് നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇതുപോലെയുള്ള വേറൊരു ഡിസൈനാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡിസൈൻ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഡൊണാൾഡ് ഡക്കിനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഔട്ട്ലൈൻ ഇടുന്നത് കാണിച്ചു തരാം. ഫ്രോളിക്ക 3D ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഫ്രോളിക്ക 3D നമുക്ക് ട്യൂബിലാണ് കിട്ടുന്നത്. ഇപ്പോൾ ട്യൂബിൽ കിട്ടുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം ഇടാൻ. പിന്നെ പെയിൻറ്റിങ്ങിന് ഇപ്പോൾ ഇത് നമ്മൾ ടീഷർട്ട് എന്തായാലും റെഡിമെയ്ഡ് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റെഡിമെയ്ഡ് വാങ്ങിച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടി. ഏത് ഫാബ്രിക് പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വാഷ് ചെയ്യണം എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫ്രെയിമിലിടണം. ഫ്രെയിമിലിടുന്നതും നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഫ്രെയിമിലിടുന്നത് ഇതുപോലെയാണ്. പിന്നെ ഇത് താഴെ വെച്ച് ഇതുപോലെ ടേബിളിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ കയ്യിൽ പിടിച്ച് ചെയ്യുമ്പോൾ ട്യൂബ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ അടിയിൽ പെയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ന്യൂസ് പേപ്പർ അടിയിൽ വെച്ച് കൊടുക്കണം. വൈറ്റ് പേപ്പർ ന്യൂസ് പേപ്പർ എന്തെങ്കിലും ഈ ഫ്രെയിമിൻ്റെ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ടീഷർട്ടിൻ്റെ ഇടയ്ക്കായിട്ട് വെച്ച് കൊടുക്കണം. അത് മറക്കരുത്. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അടിയിൽ പെയിൻ്റ് ആവും. കുറച്ച് ശ്രദ്ധിച്ച് ചെയ്ത് കുറച്ച് സമയം എടുത്തിരുന്ന് ട്യൂബ് പതുക്കെ ചെയ്യണം. നോക്കിക്കോളൂ. കുറച്ച് കട്ടിക്ക് വേണം ഇത് ഇടാനായിട്ട്. കാരണം നമ്മൾ പിന്നെ ഉണങ്ങി കഴിയുമ്പോൾ കുറച്ച് ഇത് തിന്നായിട്ട് വരും. ഗ്ലാസ് ലൈനറൊക്കെ യൂസ് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ യെല്ലോ കാർബൺ പേപ്പർ വെച്ചാണ് വരച്ചിരിക്കുന്നത്. ഇതുപോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് ഈ ലൈനർ തന്നെ നമുക്ക് ഫ്രോളിക്ക 3D നമ്മൾക്ക് ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്. റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, മെറ്റാലിക് വരുന്നുണ്ട്, വൈറ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കളർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ടീഷർട്ട് ഏത് കളറാണ് അതിന് മാച്ച് ചെയ്യണ കളർ നമുക്ക് ഫ്രോളിക്ക 3D ഇട്ട് കൊടുക്കാം. അപ്പോൾ ബ്ലാക്ക് തന്നെ ഇടണമെന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള കളർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഇങ്ങനെ ട്യൂബ് ഇത് കംപ്ലീറ്റ് ഇതുപോലെ ഔട്ട്ലൈൻ ഇടണം. ഇപ്പോൾ കണ്ണിൻ്റെ അവിടേക്ക് ആണെങ്കിൽ നമ്മൾക്ക് ആ കണ്ണിൻ്റെ ഇവിടെ മാത്രമായിട്ട് കുറച്ച് ബ്ലാക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ ഔട്ട്ലൈൻ കൊടുക്കുക. പിന്നെ അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് വൈറ്റ് കൊടുക്കേണ്ട. കണ്ണൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. പിന്നെ ഇത് മുഴുവനായിട്ട് ഇടുക. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത് മുഴുവൻ ഇടുന്നില്ല, നമുക്ക് സമയം ഉണ്ടാവില്ല. ഇത് ഇട്ട് കഴിഞ്ഞ് 24 മണിക്കൂർ ഇത് അനക്കാതെ മാറ്റി വെക്കണം. ഒരു തരത്തിൽ ഇത് നമ്മൾ കൈകൊണ്ട് ഒന്നും ചെയ്യരുത്. പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. ചീത്തയായി പോവും. വാഷ് ചെയ്താലും പിന്നെ പോകില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 24 മണിക്കൂർ ഇത് ഒട്ടും അനങ്ങാതെ ഇതുപോലെ തന്നെ മാറ്റിയോടെ വെച്ചിരിക്കണം. അത് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടും. ഇപ്പോൾ ആ സെയിം ഡിസൈൻ തന്നെ ഞാനിത് കളർ മാറ്റിയിട്ടിരിക്കുകയാണ്. പിന്നെ വൈറ്റിൽ ഞാനിപ്പോൾ ഇതൊരു ബ്ലൂ എടുത്തിട്ടുണ്ട്. ഇത് മെറ്റാലിക് ബ്ലൂ ആണിത്. ഇപ്പോൾ ഇതുപോലെ തന്നെ പല കളേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് മെറ്റാലിക് ബ്ലൂ ഇട്ടിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇത് ഫില്ല് ചെയ്യുന്നേ ഉള്ളൂ. ഇത് കൂടുതൽ പെയിൻറ്റിങ്ങിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇത് നമ്മളിത് ഫില്ല് ചെയ്യുന്നേ ഉള്ളൂ. പെയിൻറ്റ് ഫില്ല് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ പിള്ളേർക്ക് പോലും ചെയ്യാവുന്നേ ഉള്ളൂ. പെയിൻറ്റ് ഫില്ല് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാനിതിലൊരു ഓറഞ്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതെങ്കിലും കൊടുക്കും. ഇപ്പോൾ ഇതിൽ ഫില്ല് ചെയ്യുന്നത് നമുക്ക് എളുപ്പമാണ്. കാരണം ഔട്ട്ലൈൻ ശരിക്കും കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാണ്ട് ഷെയ്ഡ് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഫില്ല് ചെയ്യുമ്പോൾ അരികിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം നമ്മുടെ ലൈനറിലോട്ട് കയറേണ്ട ആവശ്യമില്ല. കയറി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭംഗി പോകും. ലൈനർ അതേ കളറിൽ തന്നെ അത് അങ്ങനെ തന്നെ നിൽക്കണം. ഇതുപോലെ അതിൻ്റെ ഓരോ പാർട്സും എടുത്ത്
നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്ത് ഫില്ല് ചെയ്യാം. ഇപ്പോൾ സ്കിൻ ടോൺ, ഇപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ ചെയ്തതിൽ സ്കിൻ ടോൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്കിൻ ടോൺ കൊടുക്കേണ്ടി വരും. ചില പിക്ചേഴ്സിൽ സ്കിൻ ടോൺ വരാൻ നേരത്ത് നമ്മൾ അത് മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. യെല്ലോയും റെഡും കുറച്ച് വൈറ്റും കൂടി ഇട്ട് സ്കിൻ ടോൺ നമുക്കപ്പോൾ അത് ഇഷ്ടമുള്ള ഒരു കളറിലോട്ട് അത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമില്ല, സ്കിൻ ടോണിൻ്റെ ആവശ്യം വരുന്നില്ല ഡൊണാൾഡ് ഡക്കിനായതുകൊണ്ട്. വേറെ എന്തെങ്കിലും ആണെങ്കിൽ സ്കിൻ ടോൺ വേണ്ടി വരുമ്പോൾ അങ്ങനെ ചെയ്യണം. കൈ, കാല്, ഫേസ് ഒക്കെ വരയ്ക്കാൻ നേരത്തെ. ബാക്കിയെല്ലാം നമുക്ക് ഇഷ്ടമുള്ള കളർ തന്നെ കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് നെക്ക് ഫില്ല് ചെയ്യാം. ഇപ്പോൾ നെക്കിൽ ഞാൻ സ്കിൻ ടോൺ എടുത്തിട്ടുണ്ട്, പക്ഷെ കുറച്ച് ഡാർക്കായിട്ട് എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വൈറ്റ് ആയതുകൊണ്ട് സ്കിൻ ടോൺ ഇത്തിരി ലൈറ്റാക്കി കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. കുറച്ച് അപ്പോൾ യെല്ലോയും റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളറിലാക്കി എടുക്കാം. വൈറ്റ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ വൈറ്റ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ യെല്ലോ കുറച്ച് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇതിലോട്ട് കളറിലോട്ട് ആക്കി എടുക്കാം. അത് നമ്മൾ നെക്ക് ഇതുപോലെ കൊടുക്കണം. ഇങ്ങനെ ഇതുപോലെ ഓരോ ഭാഗങ്ങളും നമുക്ക് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ ഈ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന കളർ അങ്ങനെ കൊടുത്ത് നമുക്കിത് മുഴുവനാക്കി എടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ലെഗും സ്കിൻ ടോൺ തന്നെ കൊടുക്കാം. ലെഗ് ഹാൻഡൊക്കെ ഉണ്ടെങ്കിൽ സ്കിൻ ടോൺ തന്നെ കൊടുത്ത് മുഴുവനായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഏത് ഡിസൈൻ എടുത്ത് ഇതുപോലെ തന്നെ ഫില്ല് ചെയ്ത് നമുക്ക് ഇതുപോലെ ടീഷർട്ട്, നല്ല ഭംഗിയുള്ളൊരു ടീഷർട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പോൾ ഈ ഡിസൈനിൽ നമ്മൾ ഹെയർ ചെയ്തേക്കണം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഫ്രോളിക്ക 3D ഇട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് അത് നാച്ചുറലായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരിക്കണേ. ബ്ലാക്ക് കളർ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ അതിൻ്റെ നടുക്കായിട്ട്. ഇപ്പോൾ ഈ ടീഷർട്ടിൽ ഇപ്പോൾ ഇതുപോലെ ഒരു വർക്ക് ചെയ്യാൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയമൊക്കെ ധാരാളം മതി. സാവധാനം ഇരുന്ന് ചെയ്താൽ മതി. കുറച്ച് സമയം എടുക്കും, പക്ഷെ നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കും നല്ല സന്തോഷമായിരിക്കും, പിള്ളേർക്കും അത് വലിയ കാര്യമായിരിക്കും. അമ്മ ചെയ്ത ഒരു ടീഷർട്ട് ഇട്ട് പോകാമെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ എല്ലാവർക്കും അത് ചെയ്ത് നോക്കാവുന്നതല്ലേ ഉള്ളൂ, എളുപ്പവുമാണ്.